ഇന്ത്യയിലെ പ്രധാനപ്പെട്ട മെട്രോ നഗരമായ മുംബൈയിലെ ബാന്ദ്രയും വർളിയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന കടലിലൂടെ പണിതിരിക്കുന്ന ഒരു 8 വരി പാലമാണ് ബാന്ദ്ര വർളി കടൽപ്പാലം എന്നറിയപ്പെടുന്നത്. ഇത് കേബിൾ ഉപയോഗിച്ച് വലിച്ചു കെട്ടിയുള്ളതും കോൺക്രീറ്റ് കൊണ്ട് അടിത്തറയും പണിത രീതിയിലുള്ള മനോഹരമായ ഒരു പാലമാണ്. 5.6 കിലോമീറ്ററുകൾ നീളമുള്ള ഈ പാലം ബാന്ദ്ര, വർളി, നരിമാൻ പോയിന്റ് എന്നിവയുമായി ബന്ധിപ്പിക്കുന്നു. 1600 കോടി രൂപ ചെലവുള്ള ഈ പാലം പദ്ധതി മഹാരാഷ്ട്ര സംസ്ഥാന റോഡ് ഡെവലപ്മെൻറ്റ് കോർപ്പറേഷന് വേണ്ടി ഹിന്ദുസ്ഥാൻ കൺസ്ട്രക്ഷൻ കമ്പനിയാണ് നിർമ്മിച്ചത്. ഇതിൻ്റെ രൂപകൽപ്പനയും മറ്റു പദ്ധതി മേൽനോട്ടവും താർ കൺസൾട്ടൻ്റ് ആണ്. ഇത് ഡിസംബർ 2008 തീരുമെന്ന് പ്രതീക്ഷിച്ചതെങ്കിലും രൂപകൽപ്പനയിൽ മാറ്റം വരുത്തേണ്ടതിനാൽ പിന്നീട് ഇത് 2009 ജൂൺ വരെ നീണ്ടു. പിന്നീട് ഒരു ദിവസത്തേക്ക് ഉദ്ഘാടനം മാറ്റിവെക്കേണ്ടതായി വന്നു. ജൂലൈ 1 കോൺഗ്രസ് അധ്യക്ഷയായ സോണിയാഗാന്ധി ഈ പാലം ഉദ്ഘാടനം ചെയ്തത്. ഈ പാലത്തിൻ്റെ പണി പൂർത്തിയായതോടെ മുംബൈയിലെ തിരക്കേറിയ സ്ഥലങ്ങളായ ബാന്ദ്ര, വർളി എന്നിവിടങ്ങളിൽ നിന്നുള്ള യാത്ര എളുപ്പമായി തീർന്നു. ഇതൊരു 8 വരി പാതയാണ്. ഇരുവശത്തും കൂടി 2 വരി ബസ്സുകൾക്ക് മാത്രമായും ഉണ്ട്. പടിഞ്ഞാറു ഭാഗത്തു നിന്ന് മുംബൈയിലേക്കുള്ള യാത്രയ്ക്ക് ആദ്യം മാഹിം ഖോസെ വഴിയുള്ള റോഡ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇക്കാരണം കൊണ്ട് ഈ വഴിയിൽ സ്ഥിരമായി ഗതാഗത കുരുക്കുണ്ടാകുമായിരുന്നു. ഈ വഴിയിൽ മറ്റൊരു ഗതാഗത മാർഗമെന്ന നിലയ്ക്കാണ് ബാന്ദ്ര വർളി സീ ലിങ്ക് നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത്. ഈ പാലത്തിൽ പ്രവേശിക്കാൻ വാഹനങ്ങൾ ടോൾ കൊടുക്കേണ്ടതായിട്ടുണ്ട്. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ആദ്യ 4 ദിനങ്ങളിലുള്ള യാത്ര സൗജന്യമായിരുന്നു. ബാന്ദ്ര ഭാഗത്ത് കേബിളുകൾ താങ്ങി നിർത്തുന്ന സെക്ഷന്റെ നീളം ഉദ്ദേശം 600 മീറ്ററാണ്. ഇവിടെയുള്ള ടവറിന് 126 മീറ്ററാണ് ഉയരം. 43 കെട്ടിടത്തിന്റെ ഉയരമാണത്. ഈ ഭാഗത്തുള്ള കേബിളുകൾക്ക് 2250 കിലോമീറ്ററാണ് നീളം. ഇത് കേബിൾ ഉപയോഗിച്ച് വലിച്ചു കെട്ടിയുള്ള മനോഹരമായ ഒരു പാലം തന്നെ.